കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച കള്ളൻതോടും പരിസരങ്ങളിലുമുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കള്ളൻതോട് MES കോളേജ് സംഘടിപ്പിച്ച പ്രചോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ മികച്ചൊരു ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഇതിനാവശ്യമായ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തുമെന്നും അടുത്ത വർഷത്തോടെ അക്കാദമിക് ഷെഡ്യൂളും സിസ്റ്റവും പൂർണ്ണമായി മാറ്റിയെഴുതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച കളന്തോടും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കളന്തോട് MES കോളേജ് സംഘടിപ്പിച്ച പ്രചോദനം 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീർച്ചയായിട്ടും ഇതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കേരളത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഗവൺമെന്റ് മാത്രം വിചാരിച്ച് നടക്കൂല. അതിൽ MES ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയിട്ടായിരിക്കും നമുക്ക് അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ. നമുക്ക് കീമില് ഞാൻ പറഞ്ഞു കൊടുക്കുക, കീമില് നമുക്ക് പരിഷ്കാരങ്ങൾ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് KMAT നമുക്ക് പരിഷ്കാരം ആവശ്യമായിട്ടുണ്ട്. കീമിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം, ഇപ്പോഴും അലോട്ട്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ജൂലൈ മാസം കഴിയാൻ പോയി, ഇതുവരെ അലോട്ട്മെന്റ് തീർന്നിട്ടില്ല. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ നടത്തിയ ആളുകളെ അലോട്ട്മെന്റും ഓരോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ ആയിട്ട് നീട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ വളർന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന് പിന്നിൽ സർക്കാർ മാത്രമല്ല, വിവിധ സംഘടനകളുടെ പങ്കും വലുതാണെന്നും ഇതിൽ MESന്റെ പ്രവർത്തനം കൂടുതൽ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇതുവരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ കുട്ടികൾ ഉപരിപഠനത്തിനായി പുറത്തുപോയി പഠിക്കുന്ന അവസ്ഥയാണുള്ളതെന്നും കുട്ടികളെ പുറത്തേക്ക് എങ്ങനെ പറഞ്ഞയക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് കേരളത്തിലെന്നും മന്ത്രി പറഞ്ഞു. കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലാണ്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അത് സാധ്യമായത് ഇവിടെ സർക്കാരുകൾ വിചാരിച്ചിട്ട് മാത്രമല്ല. ഇവിടെ ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് മുതൽ തന്നെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിലാണ്. അത് സാധ്യമായത് ഇവിടെയുള്ള വിവിധ മാനേജ്മെന്റുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ സർക്കാരിനോട് ചേർന്ന് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൽ ക്രൈസ്തവ മാനേജ്മെന്റ് ഉണ്ട്, SNDP ഉണ്ട്, NSS ഉണ്ട്, MES ഉണ്ട്. അതിൽ സുപ്രധാനമായ പങ്ക് MES വഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന സ്റ്റുഡൻസ് ഡൈവേഴ്സിറ്റി കേരളത്തിലില്ല. പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ കേരളത്തിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അധ്യക്ഷനായി. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK നദീറ, പഞ്ചായത്ത് അംഗങ്ങളായ സലീന, അനില, പ്രവീൺ, ബിനുദേവ്, MES സെക്രട്ടറി PP അബ്ദുല്ലക്കുട്ടി, പ്രിൻസിപ്പൽ ഷഫീഖ് ആലത്തൂർ, MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സക്കീർ ഹുസൈൻ, ഡോക്ടർ റഹീം ഫസൽ, VP അബ്ദുറഹ്മാൻ, KV സലീം, ഡോക്ടർ ഹമീദ് ഫസൽ, MPC നാസർ, OK അഷ്റഫ്, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പുളിക്കൽ, കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ CT സക്കീർ ഹുസൈൻ, ട്രഷറർ ATM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. SLC മുഹമ്മദ് നിഹാൽ, സിദ്ധാർത്ഥിന് വേണ്ടി ന്യൂസ് ബ്യൂറോ മുക്കം.